ഹലോ ഗായ്സ്, എല്ലാവർക്കും ജാനകീസ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബാംഗ്ലൂർ സ്നോ സിറ്റി പോയ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിവേ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം ഇതാണ് സ്നോ സിറ്റിക്ക് അകത്ത് കയറുമ്പോൾ ഉള്ള കാഴ്ചകൾ. ഇവിടെ നമുക്ക് ജാക്കറ്റും കയ്യിലിടുന്ന ഗ്ലൗസും അതേപോലെ തന്നെ ഒരു റബ്ബർ ഷൂ ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. അതെല്ലാം കളക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്നോ സിറ്റിക്ക് അകത്തോട്ട് കയറുന്നത്. ഇത് സ്നോ സിറ്റിയുടെ അകത്തുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ -7 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. ആദ്യം കയറുമ്പോഴത്തേക്ക് നമുക്ക് വലുതായിട്ടൊരു സുഖമുള്ള ഒരു തണുപ്പ് ഫീൽ ചെയ്യും. പക്ഷേ കുറച്ച് നേരം അവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും ചെവി കൂടെയൊക്കെ ഇങ്ങനെ എന്താ ഒരു സൗണ്ടും ഒരു ടെമ്പറേച്ചർ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങും. ഏകദേശം കുറച്ച് മുമ്പോട്ട് നടക്കുമ്പോൾ ഒരു അടി താഴ്ചയിലൊക്കെ മഞ്ഞുണ്ട്. അതിലൂടെ ഇങ്ങനെ നടന്ന് ആ ഷൂസ് ഇട്ട് നടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ജാനു ഒക്കെ ആദ്യം ഒന്ന് സന്തോഷിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തണുപ്പ് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഷൂസിനകത്തൊക്കെ ഇട്ടൊക്കെ മഞ്ഞ് കയറി കഴിയുമ്പോഴത്തേക്ക് പിള്ളേർക്ക് കളിക്കാനോ ഓടാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു. അപ്പം ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അതിനകത്ത്. നമ്മളിങ്ങനെ സ്ലൈഡുണ്ട്, പിന്നെ മൗണ്ടൻ ക്ലൈമ്പിംഗ് ഉണ്ട്, പിന്നെ ഇഗ്ലൂ ഹൗസ് ഉണ്ട്, പിന്നെ ഇങ്ങനെ നിരങ്ങുന്ന മാറ്റൊക്കെ വെച്ചിട്ട് നിരങ്ങാൻ പറ്റുന്ന കുറേ റൈഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നാണി മൗണ്ടൻ ക്ലൈമ്പിങ്ങിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ആ ഷൂസ് ഇങ്ങനെ തെന്നി പോകുന്ന കാരണം അവൾ കുറച്ച് മുകളിൽ ചെന്നിട്ട് തന്നെത്താനെ സ്ലിപ്പ് ചെയ്ത് താഴോട്ട് പോവുമായിരുന്നു ചെയ്തത്. അവൾ എന്നിട്ടും ട്രൈ ചെയ്തു, പക്ഷേ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ 3/4 മണിക്കൂറാണ് നമുക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഫീസ് ഞങ്ങൾ പോയത് വീക്കെൻഡ് ആയതു. അപ്പോൾ 750 ആണ് പെർ ഹെഡ് ചോദിച്ചത്. വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസ് അവിടെ ഇലൂഷനും ഒക്കെ ഉണ്ട്, അതിനും കൂടെ കയറണമെങ്കിൽ 950 പെർ ഹെഡാണ്. ഓൺലൈൻ ആണെങ്കിൽ അതിലും കുറവായിരിക്കും. പക്ഷേ കയറിയെങ്കിലും 45 മിനിറ്റ്സ് ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം ജാനുവിന് തണുപ്പ് അങ്ങോട്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അവൾ ആകെ അങ്ങ് മരവിച്ചൊരു വല്ലാത്ത അവസ്ഥയായി. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങേണ്ടി വന്നു. പക്ഷേ കാണാനൊക്കെ ഭയങ്കര രസമായിരുന്നു. നല്ലോണം തണുപ്പിനെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല റൈഡുകളും ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ അവർ DJയും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യും. അതിനോടൊപ്പം നമുക്ക് ഡാൻസ് ചെയ്യാം. പിന്നെന്താണ്, ലൈറ്റിങ്ങും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഹോട്ട് കോഫി അങ്ങനെയൊക്കെ സൈഡിലൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്. ഇതവർ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ DJ ഓൺ ചെയ്ത്, ആ DJ ആണത്. നല്ല നല്ല ഡാൻസിങ് സോങ്സൊക്കെയാണ് അവർ പ്ലേ ചെയ്തത്. അതിനോടൊപ്പം ഒരുപാട് ആൾക്കാർ ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കൊച്ചുങ്ങളുമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കവിടെ അതിജീവിക്കാനായിട്ട്. കാര്യം തണുപ്പ് കുഞ്ഞുങ്ങൾക്ക് അങ്ങോട്ട് പറ്റത്തില്ല. നമ്മൾ കയറുമ്പോൾ ഉള്ള ഒരു സുഖമല്ല അവിടെ നിന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ കിട്ടുന്നത്. ഭയങ്കര തണുപ്പാണ്. പിന്നെന്താ പറയുക, പിന്നെ മഞ്ഞിനകത്ത് കയറുക എന്നുള്ളൊരു എക്സ്പീരിയൻസ് അത് നല്ലതാണ്. പക്ഷേ പിന്നെ എന്താ പറയുക, അതേപോലെ തന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അവിടെ ഒരു ഫ്യൂംസൊക്കെ അവരിങ്ങനെ സ്പ്രേ ചെയ്യും. അതും കൂടെ വരുമ്പോഴത്തേക്ക് നല്ല തണുപ്പാണ്. പിന്നെ കുറേ പടികളുണ്ട് കയറി ഇറങ്ങാനൊക്കെ ആയിട്ട്. മഞ്ഞ് മൂടി വെച്ചേക്കുന്ന പടികളാണ്. അതിലൂടെയൊക്കെ കയറി ഇറങ്ങി നമുക്ക് കുറേയൊക്കെ സ്ലൈഡിലൂടെയൊക്കെ നിരങ്ങിയൊക്കെ വരാം. തണുപ്പിനെയൊക്കെ നന്നായിട്ട് അതിജീവിക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പാക്കേജിനകത്തൊരു ഇല്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ കയറിയപ്പോൾ അവിടെ നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ അതിൻ്റെ സൈഡ് ബാക്ക്ഗ്രൗണ്ട് ഇഫക്റ്റൊക്കെ കൊടുക്കും. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഫീലിംഗ് കിട്ടും. അപ്പോൾ ഇതേപോലെ ഓരോ ഇല്യൂഷൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോഴും ആ വീഡിയോ അവർ തരുന്ന ആപ്പിലൂടെ ഉള്ള വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മൂവിങ് എഫക്റ്റ് കിട്ടും. അതൊരു അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഞാൻ അത് ഇറങ്ങിയ ഉടനെ തന്നെ ആ ഒരു ആപ്പ് അങ്ങ് ഡിസേബിൾ ചെയ്തു. കാര്യം നമുക്കറിയത്തില്ലല്ലോ അതെങ്ങനെയുള്ള ആപ്പുകളാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഓരോ ഫോട്ടോസിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്ട് ചെയ്താൽ മതി. ബാക്കി എല്ലാ ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റുകളും അവർ തന്നെ കൊടുക്കുന്നതാണ്. ഇതേപോലെ ഒരുപാട് ഫോട്ടോസും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ എടുക്കാൻ പറ്റും. അത് അത്യാവശ്യം നല്ലതായിരുന്നു. കുറേ ഉണ്ട്. പിന്നെ ഇതേപോലെ ഒരുപാട് പ്ലേ ഏരിയാസ് ഉണ്ട്. അതിനെല്ലാം പ്രത്യേകം ഫീസാണ്. ഇത് ഞങ്ങൾ ആ ഇലൂഷനിൽ നിന്ന് എടുത്ത കുറേ ഫോട്ടോസാണ്. ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് നമുക്ക് അവിടെ നിന്ന് കിട്ടുമായിരുന്നു. അതെല്ലാം എടുത്തു. ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളിവിടുത്തെ എക്സ്പീരിയൻസ്. നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കഴിയുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.